നമസ്കാരം. അപ്പോൾ ഗുലാൻ തട്ടുകടയുടെ പൂജ വിശേഷങ്ങളാണ്. അപ്പോൾ ഡയറക്ടർ സാറുണ്ട്, ഡയറക്ടർ സാറിലേക്ക് വരാം. നമസ്കാരം. എൻ്റെ പേര് മുന്നായിഷാനാണ്. അത്യാവശ്യം കുറച്ച് പടങ്ങളിലൊക്കെ അസോസിയേറ്റ് ചീഫ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ്. സ്വന്തം സംവിധാനം 4 ചിത്രമാണ്. ഒരു ഫുള്ളി എന്താ പറയുക, കോമഡി പടമാണിത്. 2.25 മണിക്കൂർ ആളുകൾക്ക് ചിരിക്കാനുള്ള എല്ലാ വിഭവങ്ങളും ചേർത്തിറക്കുന്ന ഒരു ഡിഷാണ്. അൺലിമിറ്റഡ് എന്നാണ് അതിൻ്റെ ഒരു. ആരൊക്കെയാണ് ഇതിനകത്ത് കാസ്റ്റ് ആയിട്ട് വരുന്നത്? ഇത് നമ്മുടെ ഗുലാൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൽ വരുന്ന പ്രമുഖ ഷെഫ് നമ്മുടെ സുരേഷ് പിള്ള ചേട്ടനാണ്. സുരേഷ് പിള്ളയാണ് ഗുലാൻ എന്ന് പറഞ്ഞ കഥാപാത്രം. പുള്ളിയാണ് നായകനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനകത്തൊരു നായകനാരാന്ന് വെച്ചാൽ എല്ലാവരും നായകന്മാരാ. ഈ തുറുപ്പ് ഗുലാനായിട്ട് വല്ല ബന്ധമാണ് മമ്മൂക്കാന്റെ പടമായിട്ട്? തുറുപ്പ് ഗുലാൻ എന്ന് പറയുന്ന ടൈറ്റില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോണി ആൻചേട്ടൻ ചെയ്ത പടത്തിൽ കോപ്പറേറ്റ് വരുമോ ഇനി? അല്ല, ഗുലാൻ തട്ടുകട എന്നുള്ള അതിനകത്തൊരു സാധനമുണ്ട്. അത് ശരിക്കും വൈൽഡ് ജംഗ്ഷനിൽ എന്റെ തന്നെ ഉണ്ടായിരുന്ന ഒരു കട. സംസാരിച്ചായിരുന്നു നമ്മുടെ ചേട്ടനായിട്ട്? സംസാരിച്ചല്ലോ, എപ്പൊന്നുമില്ല പുള്ളിക്ക്. സിനിമയെ സംബന്ധിച്ചുള്ള സിനിമാക്കാർക്ക് ആർക്കും ആരോടും ദേഷ്യങ്ങളില്ല. നമുക്ക് ആട്ടയത്തിന് എന്താ പറയാനുള്ളത് സാറിനെ പറ്റി? ആട്ടയത്തിന് സാറിനെ പറ്റി പറയുന്നത് എനിക്ക് വലിയൊരു സന്തോഷം തോന്നിയത് എൻ്റെ നാട്ടുകാരനായ അബീക്ക പ്രണാമം അർപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ട്രൂപ്പിലുണ്ടായിരുന്ന മിമിക്രി കലാകാരനെന്ന് അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. എത്ര വർഷത്തെ പരിചയമാണ് സാറായിട്ട്? പരിചയം എന്ന് പറഞ്ഞാൽ ഒരുപാട് പരിചയമില്ല, പക്ഷെ ആ ട്രൂപ്പിലുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ തർബീത്ത് സ്കൂളിലാണ് പഠിച്ചത്. അവിടെ ആ പ്രോഗ്രാം ഇവരെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. അന്ന് ജൂബിലിയൊക്കെ വരുമ്പോൾ ഒരു മിമിക്സ് ഉണ്ടാവും, അബീക്കാട് ഷിയാസ്കാടൊക്കെ ഉണ്ടാവും. പിന്നെ വലിയൊരു ആഗ്രഹമുണ്ട് അപ്പോൾ ഒരു മിമിക്രി കലാകാരൻ എന്ന രീതിയിൽ. അപ്പൊ ഞാൻ മാമക്കോട് ശബ്ദത്തില് ഈ ആശംസ പറഞ്ഞാൽ മതി, അല്ലാണ്ട് കോമഡി പറയണ്ട. ആശംസ. ഓക്കെ, സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ആശംസ. പറച്ചോനെ, ഗുലാന്റെ തട്ടുകട ഈ സിനിമയ്ക്ക് ആരാ നായകന്മാരുടെ എല്ലാവിധ ആശംസകൾ നേരുന്നു. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ അബിക്കുട്ടിന്റെ കൂടെ മിമിക്രി ചെയ്തുകൊണ്ടിരുന്ന ഒരു കലാകാരനാണ്. അതിനും വലിയ ആശംസ. സിനിമയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ബ്രൈറ്റ് ഒരു ആശംസ പറഞ്ഞു. ബ്രൈറ്റ് ഒരു ആശംസ. സാറ് പറഞ്ഞു, സാറിന് നേരത്തെ വയറ്റിൽ ഒരു തട്ടുകട ഉണ്ടായിരുന്നു, എനിക്ക് നേരത്തെ തട്ടുകട ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഓർമ്മയിലേക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയാ, മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ജോണി ചേട്ടൻ ആ പടത്തിന്റെ പേരോട്ട് സാമ്യം തോന്നുമ്പോ എന്ത് തോന്നുന്നു? എനിക്കത് കേട്ടപ്പോൾ തന്നെ തോന്നി ഒരു കോമഡി ആയിരിക്കും, ഹ്യൂമർ ആയിരിക്കും. കാരണം വളരെയധികം സന്തോഷം. വിമൽ രാജ് വന്നിട്ടുണ്ട്. വിമൽ രാജൻ എന്താ പറയാനുള്ള പ്രശ്നം? സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പം ഒരു റിയൽ ലൈഫ് സ്റ്റോറിയുടെ ഒരു ബേസിസ് ആണ്. അതുകൊണ്ട് ബേസിസ് എന്നല്ല, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ 2.25 മണിക്കൂർ പടം കാണുമ്പോൾ നിങ്ങൾ കണ്ടുപോയ എവിടെയൊക്കെ നിങ്ങൾക്ക് ആ സിനിമയെ കാണാൻ പറ്റും. നമ്മുടെ ലൈവിൽ നടക്കുന്ന സംഭവങ്ങൾ. ലൊക്കേഷൻ എവിടെയാ വരുന്നത് ഇതിന്റെ ഷൂട്ടിംഗ്? ഏതാണ് ഷൂട്ടിങ്ങിന്റെ കാര്യങ്ങളെ? ഷൂട്ടിംഗ് എറണാകുളമാണ്, പിന്നെ കുറച്ച് പാലക്കാടുണ്ട്. പാലക്കാടുണ്ടല്ലേ? ഇതില് ഹീറോയിൻ ഉണ്ടായിരുന്നു, നായിക? ഇതിൽ ആകെ ഒരു ഹീറോയിനുള്ളൂ, ഒരേ ഒരു നായികയുള്ളൂ, ഒരു ലേഡി കഥാപാത്രവും. സർപ്രൈസ് ആണ്. പക്ഷേ ജൂനിയർ ആർട്ടിസ്റ്റുകൾ പോലും ലേഡീസ് ഇല്ല എന്നുള്ളത്. അയ്യോ, അത് ഭയങ്കര ഒരു വെറൈറ്റി ആണത്. കാരണം ഇതുവരെ ഒരു സിനിമയിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ പാട്ടുകൾ പ്രതീക്ഷിക്കാമോ ഈ സിനിമയിൽ? ആണല്ലേ? ആരാണ് ചെയ്യാൻ പോണെന്ന് പറയാമോ? സന്തോഷ് വർമ്മ ചേട്ടനും ബി കെ നാരായണൻ ചേട്ടനോട് ആണല്ലേ? ഷഹീൻ സിദ്ദിഖ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം 1-2 പടം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നമ്മളൊരു ഫ്രണ്ടാണ്, സുഹൃത്താണ്, ഇൻസ്റ്റാഗ്രാം സുഹൃത്താണ്. നിഷ ചേച്ചിക്ക് എന്താ പറയാനുള്ളത് സാറിനെ പറ്റി? സാറിന്റെ പേരൊന്ന് ചോദിച്ചു പരിചയപ്പെട്. ആണല്ലേ? അപ്പൊ സാറിന്റെ പേര് മുന്ന ഇഷാൻ. ആട്ടയത്തിനുണ്ടാ പറയാനുള്ളോ? എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇത്രയും പേര് വന്നിട്ടുണ്ട്. ഇതിനകത്തൊക്കെ തട്ടുകളിൽ ഫുഡ് കഴിക്കുന്ന സീനിലെങ്ങനെ ഇരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഒരു കാര്യമാണ്, അത് ഞങ്ങൾ അഭിനയിച്ച് തകർക്കുമല്ല, ജീവിച്ച് കാണിക്കും. ടേക്കുകൾ ഇല്ലാത്തല്ലേ. രസകരമായ ഒരു പേരാട്ടോ സാർ. ഈ ഷാഹിൻ സിദ്ദിഖിനെ ആട്ടയം കണ്ടിട്ടുണ്ടോ? ഷാഹിൻ സിദ്ദിഖിനെ കണ്ടിട്ടുണ്ടോ? അത് ഇതിന്റെ സമയങ്ങളിൽ കണ്ടിട്ടുള്ളൂ, റിവ്യൂവിന്റെ. എന്തായാലും സന്തോഷം. സിദ്ദിഖാടെ ഞാനുമായിട്ട് സൗഹൃദമുണ്ട് ചെറുതായിട്ട്. അതിനിപ്പോ നല്ല കഥാപാത്രം ചെയ്തിട്ട് വരുവാണ്. അടുത്ത കാലങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ പ്രമേയങ്ങളൊക്കെ ഉണ്ടായി മലയാളത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയും പെരേരയുടെ. ഇവിടെ വന്ന് ഓരോരുത്തർ ഒരേ മനസ്സോടെ സ്വീകരിച്ച മനസ്സുണ്ടല്ലോ. വലിയവരല്ല, ചെറിയവരല്ല, അല്ലെ? എല്ലാരെയും ഒരേ മനസ്സോടെ സ്വീകരിക്കുക, അതാണ് ഒരു മനസ്സെന്ന് പറയുന്നത്, അല്ലെ? ഒരു ഡയറക്ടർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു അതിന്റെ രീതിയിൽ മത്സരം എടുത്തൊന്നുമില്ല. ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷം. ഞാൻ ഡയറക്ടർ ആകുന്നതിന് മുമ്പ് നിങ്ങളെ അല്ല പറഞ്ഞേ, അങ്ങനെ കാണിക്കുമ്പോൾ തന്നെ ഒരു നമുക്ക് ഒരു സന്തോഷമാണ്, അല്ലെ? ചിരിച്ചുള്ളൊരു മിണ്ടല് കാര്യങ്ങൾ. പുതിയ ഡയറക്ടർമാരൊന്നും അങ്ങനെ ചിരിക്കാറില്ല, വർത്താനം പറയാറില്ല. ഒരു
ജാട അനുഭവമാണ് പലർക്കും കാണിക്കുന്നത്. പക്ഷെ എനിക്ക് അനുഭവപ്പെടുന്ന ഒരു നല്ലൊരു എന്താ പറയുന്നത്, ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സ് നിറഞ്ഞു പോകാൻ പറ്റിയ ഒരു സന്തോഷം. അതാണ് ഏറ്റവും വലിയ. ചെറുതും വലുതും നോക്കുക, എല്ലാവർക്കും പ്രമോഷൻ കൊടുക്കുകയാണ് സാർ. എല്ലാവരും ആശംസകളും നേരുന്നു. അപ്പോൾ ഞങ്ങളെ അറിയിക്കുക, ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും നമ്മുടെ കൂട്ടുകാരനാണ് ഷാഹിൻ സിദ്ദീഖേട്ടൻ. അപ്പൊ സാറ് അഭിനയിക്കുന്ന ഒരു സിനിമ കൂടി ആകുമ്പോൾ ഗുലാന്റെ തട്ടുകടയ്ക്ക് എല്ലാവിധ ആശംസകളും. അപ്പൊ ഗുലാൻ തട്ടുകടയൊക്കെ എല്ലാവർക്കും പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, സുനിൽപേട്ട അല്ലേ, സുനിൽപേട്ട ചേട്ടനും എല്ലാവർക്കും, ഈ ഗ്യാങ്ങിലുള്ള എല്ലാവർക്കും. ജാഫർ ഇടയ്ക്ക്, വിജയകുമാർ, ഒരുപാട് ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന ചെറിയൊരു സുനിലിന്റെ ഒരു മിനിറ്റ് ഒരു വാക്ക് സിനിമയെ കുറിച്ച് ഒരു വാക്ക്. പിന്നെ പടത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളാണ് സാറിന്റെ വാക്കുകളിലേക്ക്. സാറിന്റെ പേരെന്താണ്? ഇതൊരു നല്ലൊരു കോമഡി സിനിമയാണ്. നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കും അതെന്നുള്ളതാണ്. ഒരുപാട് സന്തോഷം. എല്ലാവിധ ആശംസകളും. താങ്ക് യു.